ഒരു മനുഷ്യൻ സ്വന്തം ജീവിതത്തെപ്പറ്റി എത്രനാൾ ചിന്തിക്കും? ഒരുപക്ഷേ മരണം വരെ, അല്ലെങ്കിൽ ലോകാവസാനം വരെ. കൂടിപ്പോയാൽ എല്ലാ ഉത്തരങ്ങളും അവസാനിക്കുന്നതുവരെ. ഒരിത്തിരി കഞ്ഞി കുടിച്ചാലോ? 4-5 തലമുറകളോളം പഴക്കമുള്ള മണ്ണും വൈക്കോലും കൊണ്ട് മേഞ്ഞ വീടിൻ്റെ തിണ്ണയിലിരുന്ന്. അപ്പോൾ സ്വാദിനിത്തിരി പഴക്കവും വീര്യവും കൂടും. കാരണം ഓരോ കവിൾ കുടിക്കുമ്പോഴും കഞ്ഞിയിലെ ഓരോ വറ്റും പറയാനുള്ളത് കേട്ടിരുന്നു പോകും. തൻ്റെ നിലനിൽപ്പിൻ്റെ പര്യായം തീർത്ത ഇതിഹാസത്തിൻ്റെ കഥകൾ. വിത്തുണക്കി വിതച്ച്, ഞാറ് നട്ട് കൊയ്ത്, കറ്റയടിച്ച് മെതിച്ച്, പൊലിവുണക്കി പൊലി വീശി നെല്ലിലേക്കുള്ള സഞ്ചാരങ്ങൾ. ഇനിയുമുണ്ട് വഴിനീളെ നെല്ല് വേവിച്ച് പുഴുങ്ങി അരിയായ കഥകൾ. ദൂരെ നിന്നെവിടെയോ നിന്നൊരു കരച്ചിൽ. രാമേട്ടൻ കാതോർത്തു. ഒരു അനാഥനായ നെൽവിത്താണ്. അയാൾ കൈകൾ നീട്ടി. ദൈവത്തിൻ്റെ കൈകൾ. അതിൽ കൈകോർത്ത് നിരവധി അനാഥരും. ഇത് ഞങ്ങൾ വയനാട്ടിൽ ഞങ്ങൾ ഈ കുറച്ച് വിഭാഗമാണല്ലോ. ഞങ്ങൾ പരമ്പരാഗതമായി കൃഷിക്കാരാണ്. അപ്പോൾ ഇന്നലെ തുടങ്ങിയതല്ല. എന്നാണോ മനുഷ്യർ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ കൃഷി ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ, ആ കാലഘട്ടം മുതലേ ഞങ്ങൾ കൃഷിപ്പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളായിരുന്നു. പിന്നെ കൈമാറി അനുകരിച്ചും കൈമാറിയും വരുന്ന ഒരു സമ്പ്രദായമാണ് കൃഷി സമ്പ്രദായം. അപ്പം ഞാനും ചെയ്തു. പരമ്പരാഗതമായി നെൽവിത്തുകൾ സംരക്ഷിക്കുകയും അതിനെ രാസവളങ്ങളോ കീടനാശിനി ഇല്ലാതെ മണ്ണിന് ദോഷമില്ലാത്ത തരത്തിൽ ഈ 60 തരം വിത്തുകൾ കൃഷി ചെയ്തും കൊണ്ടുനടക്കുക. അപ്പോൾ എനിക്കൊരു 3 ഏക്കർ നെൽപ്പാടുണ്ട്. ഈ കാണുന്നതൊക്കെ 3 ഏക്കർ നെൽപ്പാടും പിന്നെ 3 ഏക്കർ കരഭൂമിയാണ് എൻ്റെ ചെയ്തത്. അങ്ങനെയാണ് ഞാൻ രാസവളം കീടനാശിനി എൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ സ്വാതന്ത്ര്യത്തിൽ എൻ്റെ കൃഷി മുന്നോട്ട് കൊണ്ടുപോയി. രാമേട്ടൻ്റെ പ്രകൃതി സ്നേഹത്തെ പാലൂട്ടി വളർത്തുന്നത് മറ്റാരുമല്ലായിരുന്നു. മണ്ണിൽ നിന്ന് കടമെടുത്ത് വൈക്കോലിൻ്റെ തണലിലുറങ്ങി 150 വർഷങ്ങളോളം പഴക്കമുള്ള സ്വന്തം മൺവീട്. പിന്നെ എങ്ങനെ രാമേട്ടന് മണ്ണിനോട് കടപ്പാടില്ലാതിരിക്കും? ഞാൻ 2-3 കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് നിർത്തിയത്. കാരണം ഒന്ന്, നമ്മളെ പരമ്പരാഗതമായ വിത്തുകൾ നഷ്ടപ്പെടാതിരിക്കണം, അത് നിലനിർത്തുക. മറ്റൊന്ന്, മനുഷ്യൻ്റെ ആദ്യമായി ജീവിച്ച അല്ലെങ്കിൽ അവൻ്റെ വീട്, അവൻ്റെ കൂട്, ഇതൊക്കെ പറഞ്ഞു അത് നമ്മൾ തുടങ്ങിയത് ഇവിടെ വെച്ചായിരുന്നു. ഇങ്ങനെയായിരുന്നു നമ്മുടെ പഴയകാല വന്ന വഴി. എങ്ങനെയായിരുന്നു ഇതിന് താമസിക്കാനും അന്തിയുറങ്ങാനും എല്ലാത്തിനും നല്ല സുഖമുള്ള ഒരേർപ്പാട് ആണ് ഇത്. മാത്രമല്ല രോഗപ്രതിരോധമുണ്ട്, ആരോഗ്യപരമായി കിട്ടുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മൾ എന്തിനാ അത് കളയാൻ പോകുന്നു എന്നാണ് ടെൻഷൻ. പിന്നെ മറ്റൊന്നാണ്, ഇത് നിലനിർത്തുക എന്ന് പറഞ്ഞാൽ വളരെയേറെ ത്യാഗമുണ്ട്, വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്, ചിലവുമുണ്ട്. പക്ഷേ ചിലവും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിലും നമുക്ക് മറ്റ് പല ഗുണങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം പിന്നെ അതുകൊണ്ടാണ് അതിൻ്റെ ആ നഷ്ടം നമുക്കിതിൽ തോന്നുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാർത്ഥരായ മനുഷ്യരുടെ താവളമാണ് ഈ ലോകം. ഇവിടെ ലാഭം പോലും നോക്കാതെ ഈ കർഷകൻ നെൽവിത്തുകളെ മക്കളെ പോലെ പോറ്റി വളർത്തുന്നു. ഞാനിപ്പം എൻ്റെ എനിക്ക് വീട്ടിൽ ആവശ്യത്തിനുമായിട്ടുള്ള കപ്പ, ചേന, ചേമ്പ്, ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ കൃഷിയും ചെയ്യണമെന്ന് ഇപ്പോൾ താല്പര്യം വരുന്നുണ്ട്. എല്ലാ കൃഷി എന്ന് പറയുമ്പോൾ നമുക്കാവശ്യമായ വെളുത്തുള്ളി, സവാള, ജീരകം, മല്ലി എന്ന് വേണ്ട നമുക്ക് വിളവ് ഉണ്ടാവുന്ന ഏതെല്ലാം വിളവുകൾ നമുക്ക് കൃഷി ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് കൃഷി പരീക്ഷണവും എൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രമേ ഞാനിപ്പോൾ പരാജയപ്പെട്ട് നിൽക്കുകയാണ്. പഴവർഗ്ഗങ്ങൾ നമുക്കിവിടെ അത്ര ഗുണമല്ല. ഇപ്പോൾ ആപ്പിള്, മുന്തിരി, ഇങ്ങനെയുള്ള പഴവർഗ്ഗങ്ങൾ നമുക്കിവിടെ അത്ര ഗുണം ചെയ്യുന്നില്ല. അതേസമയത്ത് മറ്റ് കടല,
മല്ലി, അതുപോലെ തന്നെ നിത്യോപയോഗ കൃഷി സാധനങ്ങൾ, ചെയ്യുന്നുണ്ടോ? അതൊക്കെ നമുക്ക് ചെയ്താൽ വിജയിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. 5ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള രാമേട്ടന് 75 വയസ്സാണ് പ്രായം. വയലത്തുള്ള ജനങ്ങളെല്ലാം, വയലത്തുള്ള ജനങ്ങളെല്ലാം പട്ടിണി ദാരിദ്ര്യം കൊണ്ടാണല്ലോ, പട്ടിണി ദാരിദ്ര്യം കൊണ്ടാണല്ലോ. എന്നാൽ വിദ്യാഭ്യാസമോ പ്രായമോ അല്ല ഒരാളെ മനുഷ്യനാക്കുന്നത് എന്നതിന് ജീവിക്കുന്ന ഉദാഹരണം. അതുകൊണ്ട് തന്നെയാകും പത്മശ്രീ അടക്കം നിരവധി അംഗീകാരങ്ങൾ മാനന്തവാടിയിലെ കമ്മനയിലെ ആദിവാസി കർഷകനെ തേടിയെത്തിയത്. അതായത് കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനസേവനം നാടിന് ചെയ്തപ്പോൾ അത് അവർ കണ്ട് മനസ്സിലാക്കി തന്നിട്ടുള്ളൊരു പുരസ്കാരമാണ് പത്മശ്രീ. പത്മശ്രീ കിട്ടുക എന്ന് വെച്ചിട്ട് നമ്മൾ അഹങ്കരിക്കാനോ അല്ലെങ്കിൽ ഞാൻ വലിയവനാണോ എന്ന് ധരിക്കാനോ കാണിക്കാനോ പാടില്ലല്ലോ. അഥവാ അങ്ങനെ ഒരു സന്തോഷം ഉണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിൽ വെക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം മായം കലർത്താതെ മണ്ണിനെ മണ്ണായി സ്വീകരിച്ചു. പകരം മണ്ണ് പൊന്നിനെ നൽകി, മായം കലർത്താതെ തന്നെ. അതായത് രാസവളവും കീടനാശിനി എന്ന് പറയുന്നത് അത്യുൽപാദന ശേഷി കൂട്ടാൻ വേണ്ടിയാണ് എടുത്തിട്ടുള്ള ടെക്നോളജിയാണ്. പക്ഷെ അന്നേരം വേറൊന്നുണ്ട്, മണ്ണിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മണ്ണ് നശിപ്പിക്കുകയാണ്. അതായത് മണ്ണിലുണ്ടാകുന്ന ജീവാണുക്കളെ അല്ലെങ്കിൽ പ്രകൃതിയിലുണ്ടാകുന്ന ജീവാണുക്കളെ നശിപ്പിക്കുകയാണ് രാസവളവും കീടനാശിനിയും ചെയ്യുന്നത്. അങ്ങനെ ഒരു ടെക്നോളജിയിൽ കൂടി നമ്മൾ ഭക്ഷ്യധാന്യം കൂടുതൽ ഉണ്ടാക്കണോ? എൻ്റെ ചോദ്യം അതാണ്. ഒന്ന്, അത് കഴിക്കുന്ന ആളുകൾക്കും അതിനെ കൊണ്ടുള്ള ദോഷമുണ്ട്. പിന്നെ മാത്രമല്ല, പ്രകൃതിയിൽ കോടാനുകൂടി ജീവികളുണ്ട്. ഈ ജീവികളെ മുഴുവനും ഇന്നത്തെ ടെക്നോളജി നശിപ്പിക്കുന്നുണ്ട്. കാരണം കളനാശിനി, റൗണ്ടപ്പ്, കളനാശിനി, കീടനാശിനി എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു നെല്ലിട്ട് കഴിഞ്ഞാൽ ആ നെല്ലിലുണ്ടാവുന്ന കള പോലും നശിപ്പിക്കുന്ന കീടനാശിനിയുണ്ട്. അപ്പോൾ എന്തുമാത്രം നമ്മൾ മണ്ണിനെയും മണ്ണിലുണ്ടാകുന്ന ജീവാണുക്കളെയും നശിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതിൽ എനിക്ക് ദുഃഖവുമുണ്ട്. രാമേട്ടൻ ആശങ്കയിലാണ്. സ്വന്തം ഭാവിയെപ്പറ്റിയല്ല, മരണത്തെപ്പറ്റി, തൻ്റെ അന്ത്യത്തോടെ തൻ്റെ ശേഖരണങ്ങളുടെ അനാഥത്തെപ്പറ്റി, അവയുടെ മരണത്തെപ്പറ്റി. ചുരുക്കം പറഞ്ഞാൽ നമ്മളറിയാത്ത എന്നാൽ നമ്മൾ അറിയേണ്ട ഭൂതകാലത്തിൻ്റെ ഭാവിയെപ്പറ്റി. വയലോങ്ക മണ്ണം വിത്തിട്ടപ്പോൾ നെൽമണി നല്ല മുളച്ചു പൊന്തി, അങ്ങനെയുള്ളൊരു നെൽമണിയാണ് നെൽമണി പൊന്മണി നെല്ലാകുന്നു. അദ്ദേഹം ഇപ്പോഴും കാതോർക്കുകയാണ്. ഏതെങ്കിലും അനാഥനായ നെൽവിത്ത് കരയുന്നുണ്ടെങ്കിലോ ഒരു കൈ നീട്ടാൻ, ഭാവിക്കു വേണ്ടി, നിലനിൽപ്പിനു വേണ്ടി, എല്ലാവർക്കും വേണ്ടി. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യൻ സ്വന്തത്തേക്കാൾ എത്രമാത്രം പ്രകൃതിയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാകും.